സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് ശേഷം ആരാകും മുഖ്യമന്ത്രി? ഇതാണിപ്പോൾ ഉയർന്ന വലിയ ചർച്ചകൾ. കോൺഗ്രസ് ക്യാമ്പിലെ ചർച്ചകൾ നമ്മൾ പരിശോധിച്ചു, നമ്മൾ കണ്ടു. കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സൈബർ ഇടങ്ങളിലും രഹസ്യമായും അല്ല പരസ്യമായും ഒക്കെ നടക്കുന്നു. ആരാവണം മുഖ്യമന്ത്രി? സാധ്യതകൾ, തങ്ങളുടെ നേതാവിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ജയിക്കുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. ആ സാധ്യതകളിലേക്ക് തന്നെ നടക്കട്ടെ ആ വഴിക്ക്. അവിടെ ഉയർന്ന മറ്റൊരു ചോദ്യം, ആരാവും സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്? വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. കാരണം ഭരണം കിട്ടാതെ പോകുന്ന മുന്നണിയുടെ ഒരു പുതിയ നേതാവ് ഉണ്ടാവും. ഇത്തവണ അതിൽ വളരെ കൗതുകങ്ങൾ നിരവധിയുണ്ട്. കാരണം രണ്ട് മുന്നണിയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കുമെന്നത് ഏറെ കൗതുകമുയർത്തുന്ന കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് ഏറെക്കുറെ ഒരു പുതുമുഖമായിരിക്കും ആ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. നമുക്ക് അതിൻ്റെ സാധ്യതകൾ എങ്ങനെയെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആരാവും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വരാൻ പോകുന്ന ആ നേതാവ്, അയാളുടെ സാധ്യതകൾ, സാഹചര്യങ്ങൾ. രണ്ടിലേതെങ്കിലും ഒരു മുന്നണിയെ ജയിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ സാധ്യതയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യ സാധ്യതയിലേക്ക് പോകുമ്പോൾ, സംസ്ഥാനത്ത് ഇടതു മുന്നണിക്ക് മൂന്നാമതൊരു ഭരണം കിട്ടിയില്ലെങ്കിൽ, അതായത് ഇടതു മുന്നണി LDF പരാജയപ്പെട്ടാൽ ആരാവും പ്രതിപക്ഷത്തെ നയിക്കുക? പ്രതിപക്ഷത്തെ സ്വാഭാവികമായും ഇടതുപക്ഷത്തെ നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ ആര് വരുമെന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. അവിടെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം, നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന ചോദ്യമാണ്. എന്തായാലും ആ ഒരു സാധ്യതയടക്കം ഏറെ കൗതുകം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അക്കാര്യം കൂടി പരിശോധിക്കാം. ആദ്യം അതിലേക്ക് വരുമ്പോൾ, ആരാവും ഇടതു മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ്? ഇടതു മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ആരാവും പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിൽ നമുക്ക് പിണറായി വിജയൻ്റെ ഒരു സാധ്യത തള്ളിക്കളയേണ്ടതില്ല. അദ്ദേഹം 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിട്ടുള്ള പലരും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഇരുന്നിട്ടുള്ളവരാണ്. പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ചതിന് ശേഷമല്ല മുഖ്യമന്ത്രിയായത്. മുമ്പും അങ്ങനെ ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ്. അപ്പോൾ 2 ടേം സർക്കാരിനെ നയിച്ച വ്യക്തി പ്രതിപക്ഷത്ത്, ഈ തവണ മുന്നണിയെ നയിച്ച വ്യക്തി പ്രതിപക്ഷ നേതൃനിര സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന കൗതുകമുയർത്തുന്ന ചോദ്യമുണ്ട്. എന്തായാലും പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പൊസിഷൻ, അതൊക്കെ വിചാരിച്ച് നമുക്ക് അദ്ദേഹത്തിന് ഒരു സാധ്യത നൽകാമെങ്കിൽ കൂടിയും വലിയ സാധ്യത പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് സ്വാഭാവികമായും പരിഗണിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇടതു മുന്നണിയിൽ നിന്ന് മറ്റൊരാൾ ആര് വരും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക്? മറ്റൊരു സാധ്യത P. രാജീവാണ്. അദ്ദേഹത്തിൻ്റെ പേര്, കാരണം ഒരുപക്ഷെ വീണ്ടും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള പേരുകാരനായി പറയപ്പെടുന്നയാളാണ് P. രാജീവ്. അതുകൊണ്ട് P. രാജീവിനും സാധ്യത ചെറുതൊന്നുമല്ല. അതുകൊണ്ട് P. രാജീവ് അദ്ദേഹവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടണം. 2, P. രാജീവ് കളമശ്ശേരിയിൽ വിജയിക്കുകയും ചെയ്യണം. ഈ 2 സാഹചര്യങ്ങളുണ്ടെങ്കിലേ അവിടെ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് P. രാജീവിൻ്റെ സാധ്യത തീർച്ചയായിട്ടും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അടുത്തത് KK ശൈലജയാണ്. KK ശൈലജ പേരാവൂരിൽ മത്സരിക്കുന്നുണ്ട്. സംസ്ഥാനത്തൊരു വനിതാ മുഖ്യമന്ത്രി സാധ്യതകളിൽ KK ശൈലജയുടെ പേര് പലവട്ടം പല രൂപത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തായാലും KK ശൈലജ അങ്ങനെയെങ്കിൽ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ? ആ സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ അതിന് വളരെ കൗതുകവും പുതുമകളൊക്കെ പലതുമുണ്ട്. കാരണം ഒരു മുന്നണിയുടെ നേതൃതലത്തിൽ ഒരു വനിത വരിക എന്നത് കേരളത്തെ സംബന്ധിച്ച് ആദ്യമാണ്. അങ്ങനെയെങ്കിൽ അത് വളരെ പ്രസക്തമായ കാര്യം കൂടിയാണ്. അപ്പോൾ KK ശൈലജ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ? പക്ഷേ അവിടെയും പേരാവൂര് ജയിക്കണം എന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. മറ്റൊരു സാധ്യതയുള്ള KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ അദ്ദേഹവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ചെറുതല്ല. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയില്ലാത്ത സാഹചര്യം ഉണ്ടായെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുന്ന KN ബാലഗോപാൽ, സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ഒരുപക്ഷെ മുൻനിരയിൽ അദ്ദേഹം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇത്തരം പേരുകാരെ പ്രധാനമായും പരിഗണിച്ചതിന് കാരണം CPMൻ്റെ ഏറ്റവും ഉന്നതമായ സമിതികളിലെ അംഗമാണിവർ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പേരുകാരനുള്ളത് TP രാമകൃഷ്ണനാണ്. അദ്ദേഹവും CPMൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗം കൂടിയാണെങ്കിൽ കൂടിയും അദ്ദേഹം ഇടതു മുന്നണിയുടെ കൺവീനറാണ്. അതുകൊണ്ട് TP രാമകൃഷ്ണനെ തൽക്കാലം നമുക്ക് ആ സാധ്യതയിലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം ഈ പേരുകാരെയാണ് നമ്മൾ സാധ്യതയായിട്ട് കാണുന്നത്. KN ബാലഗോപാലും KK ശൈലജ, P. രാജീവ്, പിണറായി വിജയൻ. ഈ സാധ്യത പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ P. രാജീവ്, KK ശൈലജ, KN ബാലഗോപാൽ, ഈ 3 പേരിന് കൂടുതൽ സാധ്യത നമുക്ക് നൽകാം. പക്ഷേ അവിടെ ഇടതുമുന്നണിയെ കുഴയ്ക്കുന്ന ഒരു വിഷയമുണ്ട് യഥാർത്ഥത്തിൽ. എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പിണറായി വിജയൻ ഒഴികെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും 3 പേരുകാരും കടുത്ത മത്സരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് P. രാജീവും KK ശൈലജയും. അപ്പോൾ
ഇരുവരും ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെങ്കിൽ, തന്ത്രപ്രധാനമായ മുന്നണിയെ നയിക്കാനുള്ള റോളിലേക്ക് വരണമെങ്കിൽ അവർക്ക് മുന്നിൽ ആദ്യ കടമ്പ എന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ്. അതിനുശേഷമാണ് മുന്നണിയുടെ തുടർ സാധ്യതകൾ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന സാധ്യതയുണ്ട്. അപ്പോൾ ഇടത് മുന്നണി ഇത്തവണ അവരുടെ മുന്നണിയെ നയിക്കാൻ, അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും മുന്നണിയെ നയിക്കാൻ ആരെ കണ്ടെത്തുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമാണ്, ഭരണം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അല്ല, പ്രതിപക്ഷത്താണെങ്കിൽ ഈ 3 പേരുകാരെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. പക്ഷേ ഇവരിൽ ആരൊക്കെ വിജയിച്ച് കയറുമെന്നതും വളരെ കൗതുകമുയർത്തുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇടത് മുന്നണിക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അവർ പ്രതിപക്ഷത്തേക്കാണ് പോകുന്നതെങ്കിൽ ആരെ പ്രതിപക്ഷ നേതാവായി കണ്ടെത്തുമെന്നത് വളരെ കൗതുകമുയർത്തുന്ന, വളരെ ആകാംക്ഷയുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതിനുള്ള ഉത്തരം കൂടിയായിരിക്കും ഒരുപക്ഷെ ഇടതുപക്ഷം കണ്ടെത്തേണ്ടി വരിക. ഒരുപക്ഷെ ഇവരൊക്കെ പരാജയപ്പെടുകയും മറ്റൊരു പേരുകാരനെ കണ്ടെത്തേണ്ട സാഹചര്യവും ഉണ്ടായെങ്കിൽ ഇടതു മുന്നണിയിൽ ഒരു പുതിയ നേതൃനിര ഉണ്ടായി വരുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം. അതുകൊണ്ട് കൗതുകമുയർത്തുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇടതു മുന്നണി ആരെ കണ്ടെത്തും ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.